പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു എ സജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിർണായക നീക്കങ്ങൾക്കാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. അമ്മുവിന്റെ സഹപാഠികളായ 3 പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി. അറസ്റ്റിലായ അഞ്ജന മധു, അലീന ദിലീപ്, AT അക്ഷിത എന്നിവരെ അല്പസമയം മുൻപ് കോടതിയിൽ ഹാജരാക്കി. അമ്മുവിന്റെ നീതിക്കായി 24 ജസ്റ്റിസ് ഫോർ അമ്മു ക്യാമ്പയിൻ തുടങ്ങിയതിനു പിന്നാലെയാണ് പോലീസ് നടപടിയുണ്ടായത്. പിതാവിന്റെ മൊഴിയും അമ്മുവിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകളുമാണ് പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ പോലീസ് പരിഗണിച്ചത്. നിർണായകമായ 6 തെളിവുകൾ ലഭിച്ചതോടെ പോലീസ് പ്രതികളുടെ അറസ്റ്റിലേക്ക് കടന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കാണ് ഇനി AV ജയശങ്കർ ചേരും തത്സമയം. ജയശങ്കർ, ഇന്നിപ്പോൾ ഇതിൽ ചില നടപടികളിലേക്ക് പോലീസ് കടന്നു. സഹപാഠികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. വളരെ നിർണായകമായത് ഈ 6 തെളിവുകൾ തന്നെയല്ലേ? അതായത് നിലവിൽ കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട വലിയ വാദം കോടതിയിൽ നടന്നിരുന്നു. അതായത് പ്രതികളെ റിമാൻഡ് ചെയ്യണമെന്നാണ് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. ജാമ്യം നൽകിയാൽ അത് കേസന്വേഷണത്തിൽ വലിയ തടസ്സമാകും. വളരെ ഗൗരവ സ്വഭാവമുള്ളൊരു കേസാണ്. പ്രതികളെ കസ്റ്റഡിയിൽ വെച്ച് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് ഇടക്കാല ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. പക്ഷേ പ്രതികളുടെ പ്രായം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകണം, ഇനിയൊരു ചോദ്യം ചെയ്യൽ ആവശ്യമില്ല എന്നുള്ളതാണ് നിലവിൽ ഈ പ്രതികളുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെയും കോടതി ഇതിനിടയിൽ വിസ്തരിച്ചു. അതായത് ലോഗ് ബുക്ക് കാണാതായി ബന്ധപ്പെട്ട ദുരൂഹതയുണ്ട്. ഇവരെ കസ്റ്റഡിയിൽ കിട്ടിയാൽ ഇക്കാര്യത്തിൽ പരിശോധിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ പെൺകുട്ടികളുടെ മൊബൈലിൽ വളരെ നിർണായകമായ ചില തെളിവുകളുണ്ട്. അതായത് അമ്മുവിന്റെ മൊബൈലുമായി ബന്ധിപ്പിക്കുന്ന ചില നിർണായക തെളിവുകൾ ഈ പ്രതികളുടെ മൊബൈലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം നൽകിയാൽ അത് കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ CI ശിവകുമാർ കോടതിയെ അറിയിച്ചത്. എന്തായാലും പ്രതിഭാഗം ഇതുമായി ബന്ധപ്പെട്ട പ്രതികളുടെ ജാമ്യം നൽകുന്നതിന് പ്രധാനമായും ഇവരുടെ പ്രായം ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ജാമ്യം എന്നൊരാവശ്യവുമായി മുന്നോട്ട് പോകുന്നത്. കാരണം ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കസ്റ്റഡി എന്ന് പ്രോസിക്യൂഷനും ആവശ്യപ്പെടുന്നു. എന്തായാലും അല്പസമയം മുമ്പ് കോടതി ഈ കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞ് പരിഗണിക്കാമെന്നാണ് മജിസ്ട്രേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്തായാലും ഈ കോടതി പരിഗണിക്കുമ്പോൾ അതിൽ ഒരു അന്തിമ വിധി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒന്നുകിൽ ജാമ്യം അല്ലെങ്കിൽ പോലീസ് ആവശ്യപ്പെട്ടതുപോലെ ഒരു കസ്റ്റഡി അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ കസ്റ്റഡി, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക. പോലീസ് കൃത്യമായി 7ഓളം തെളിവുകൾ ശേഖരിച്ച് കൃത്യമായി ശാസ്ത്രീയമായി തെളിവുകൾ ഉൾപ്പെടെ നിരത്തിക്കൊണ്ട് വീട്ടുകാരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തി കാര്യങ്ങളെല്ലാം ഭദ്രമാക്കിയാണ് കോടതിയിൽ എത്തിയത്. പക്ഷേ അവിടെ വാദം നടക്കുന്നു. പ്രോസിക്യൂഷനെതിരായി പ്രതിഭാഗം പ്രായം ഉൾപ്പെടെ കാണിച്ചാണ് വിചാരണ നടത്തുന്നത്. ശരി, അമ്മു സജീവിന്റെ മരണത്തിലാണ് ഇന്നിപ്പോൾ 3 സഹപാഠികൾ അറസ്റ്റിലായവരെ കോടതിയിൽ ഹാജരാക്കി.